ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ ദിവസമായ ഇന്ന് ലൈവിലും എപ്പിസോഡിലുമായി നടന്ന സംഭവങ്ങളുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തിയ മത്സരാർത്ഥികൾ ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാതെ കളി തുടങ്ങി എന്ന് തന്നെ പറയാം. ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കി തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് എല്ലാവരും വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ഞാൻ ഷോയൊന്നും കണ്ടിട്ടില്ല, ഷോയെക്കുറിച്ച് അറിവൊന്നുമില്ല എന്നൊന്നും ആരും പറഞ്ഞു കേട്ടതുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഉറച്ച തീരുമാനം എല്ലാവരുടെ മുഖങ്ങളിലും പ്രവർത്തികളിലും ഉണ്ടായിരുന്നു. രതീഷ് കുമാറാണ് ആദ്യം വെടിമരുന്നിന് തീ കൊളുത്തിയത്. രതീഷ് ആദ്യം കോമഡിയിലൂടെ തുടങ്ങി എല്ലാവരെയും ഓടി നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് സോപ്പിംഗ് ലെവലിലേക്ക് മാറിയതായും കണ്ടു. വെറുതെ വിഷയങ്ങൾ സൃഷ്ടിച്ച് കണ്ടൻറ് ഉണ്ടാക്കുകയാണ് ആളുടെ മെയിനെന്ന് തോന്നുന്നു. എന്തായാലും ആദ്യ ദിവസം ക്യാമറയുടെ ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട് രതീഷ് കുമാർ. സിജോയാണെങ്കിൽ ഗെയിം പ്ലാൻ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഗ്രൂപ്പ് കളിക്കാൻ ശ്രമിച്ചു. ബിഗ് ബോസ് വീടിനകത്ത് ഒരു തീപ്പൊരിയിട്ടു. അത് ആളിക്കത്തുകയും റോക്കിയും രതീഷും തമ്മിലുള്ള വാക്കുതർക്കത്തിലെത്തുകയും ചെയ്തു. ബിഗ് ബോസ് ഇടപെട്ട് ഒരുവിധം കോംപ്രമൈസ് ആക്കിയപ്പോഴേക്കും സിജോയുടെ ഗ്രൂപ്പ് കളിയിൽ പരിഹസിച്ചവരെല്ലാം ഗ്രൂപ്പ് കളിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒടുവിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അർജുൻ ശ്യാം ക്യാപ്റ്റനായി മാറുകയാണുണ്ടായത്. ഈ ഗെയിം ടീമായി കളിക്കാം എന്ന് ബിഗ് ബോസ് ഒടുവിൽ സിജോയെയും രതീഷിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചു പറയുകയുണ്ടായി. ജാസ്മിൻ ജാഫറും നോറയും ഗോളടിക്കാൻ ഇതിനിടയിൽ ശ്രമിച്ചു എങ്കിലും അത് അത്ര കണ്ട് വിജയിച്ചില്ല. ജാസ്മിൻ ബാൾ പിടിക്കാനായി ഷാളൊക്കെ ഇട്ട് തയ്യാറായി വന്നപ്പോഴേക്കും ബിഗ് ബോസ് ഷാളിൽ ബാൾ ശേഖരിക്കാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞതാണ് ജാസ്മിനെ ചൊടിപ്പിച്ചത്. ഗബ്രിയും റോക്കിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടയിലേക്ക് ഓടിക്കയറി രതീഷ് ഇടപെടുകയായിരുന്നു. പിന്നീട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നില്ല എന്നും രതീഷ് തന്നെ പറയുന്നുണ്ടായിരുന്നു. കുറച്ചു പേർ ഇതിനിടയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മാറി നിൽക്കുന്ന കാഴ്ചയും രസകരമായിരുന്നു. പൊതുവെ ക്യാപ്റ്റൻസി ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിനിടയിൽ ശ്രീരേഖയ്ക്ക് കാലിൽ പരിക്ക് പറ്റുകയും മെഡിക്കൽ റൂമിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആദ്യത്തെ പരിക്കിൻ്റെ ഉടമ എന്ന സ്ഥാനം ശ്രീരേഖ സ്വന്തമാക്കി. ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത ശേഷം ഡ്യൂട്ടികൾ തരംതിരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ക്യാപ്റ്റനെ ബിഗ് ബോസ് ഏൽപ്പിച്ചു. ക്യാപ്റ്റൻ ടീമുകൾ തിരിച്ചു. കിച്ചൺ ടീം യമുന റാണി, ശ്രീരേഖ, നിഷാന, ജാനിമണി, ഗബ്രി ജോസ് എന്നിവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി കിച്ചൺ ടീമിലേക്ക്. മറ്റ് ടീമുകളെയും തരംതിരിച്ചു. ഇതിൽ ഒരു ടീമിന് പവർ റൂം നൽകാൻ ക്യാപ്റ്റന് അധികാരമുണ്ട്. ക്യാപ്റ്റൻ കിച്ചൺ ടീമിനെയാണ് പവർ റൂമിലേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായത്. അതിനൊരു പ്രധാന കാരണം അതിൽ ശ്രീരേഖ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ശ്രീരേഖയാണ് അർജുനെ ക്യാപ്റ്റൻ പദവിയിലെത്താനായി സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീരേഖ ഉള്ള ടീമിനെ പവർ ടീമായി ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ക്യാപ്റ്റന് മാത്രമാണ് ആ റൂമിൻ്റെ അധികാരം ഫുൾ. ക്യാപ്റ്റന് രാജകീയമായ ഒരു ബെഡ് തന്നെ ലഭിക്കുകയും ചെയ്തു. അത് ഇന്നലെ ആ ലോഞ്ചിങ് എപ്പിസോഡിൽ കണ്ടു കാണും. ലാലേട്ടൻ ആദ്യം കിടന്ന ആ താമരപ്പൂവിൻ്റെ ഷേപ്പൊക്കെ ഉള്ള ഒരു ബെഡ്, വളരെ മനോഹരമായ ബെഡ് തന്നെയായിരുന്നു. പവർ റൂം വളരെ മനോഹരമായി തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ടീമുകൾക്കും ക്യാപ്റ്റൻ തന്നെ ഓരോ റൂം അലോട്ട് ചെയ്യാൻ അധികാരം നൽകുകയും ക്യാപ്റ്റൻ അവർക്ക് ഓരോ റൂം, അതായത് ഓരോ ടീമിനും ഓരോ റൂം അങ്ങനെ നൽകുകയും ചെയ്തു. അത് വളരെ അതിൻ്റെ ഫെസിലിറ്റി എല്ലാം വളരെ കുറഞ്ഞ ചെറിയ റൂമുകളായിരുന്നു അതെല്ലാം. അവരുടെ പവർ റൂം ലഭിച്ചവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടി എന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്ത് സിജോ 100 ദിവസത്തേക്കുള്ള ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ക്യാപ്റ്റനായാൽ എന്ത് ചെയ്യണം, പവർ റൂം ലഭിച്ചാൽ എന്ത് ചെയ്യണം, പവർ ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്നൊക്കെ സിജോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ റോക്കിയെയും കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സിജോയുടെ ഈ പ്ലാനിംഗ് ഒക്കെ വെള്ളത്തിലാവുകയേ ഉള്ളൂ. ബിഗ് ബോസിന് എപ്പോൾ വേണമെങ്കിലും ട്വിസ്റ്റുകൾ കൊണ്ടുവരാം, പ്ലാനിങ് മാറ്റാം. അക്കാര്യവും സിജോ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം ബിഗ് ബോസ് പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്ന്. എങ്കിലും കഷ്ടപ്പെട്ട് പ്ലാനിങ്ങിനൊന്നും കുറവ് വരുത്തുന്നില്ല. ശരിക്കും ബിഗ് ബോസ് ചെയ്യേണ്ടതും അത് തന്നെയാണ്, കണ്ടസ്റ്റൻസിൻ്റെ പ്ലാനിങ് എല്ലാം പൊളിച്ചെടുക്കുക. ഈ സീസണിൽ ഇക്കണക്കിൽ തീർച്ചയായും ബിഗ് ബോസ് അതിന് തുടക്കത്തിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സീസൺ 6 ഗെയിം പൊളിയാകും
എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സിജോ പ്ലാൻ എയും പ്ലാൻ ബിയും സിയും ഒക്കെ കണ്ടുപിടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ സിജോ കാരണം ബിഗ് ബോസിന് ഇത്തവണ ജോലി കൂടും, ബിഗ് ബോസ് വെള്ളം കുടിക്കും എന്നാണ് തോന്നുന്നത്. സിജോയുടെ പ്ലാനുകളെ മറികടക്കുക എന്നതാണ് ബിഗ് ബോസിൻ്റെ ഇത്തവണത്തെ പ്രധാന ടാസ്ക് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വളരെയേറെ തലപുകയ്ക്കേണ്ടി വരും. ബിഗ് ബോസ് ഒന്ന് കണക്ക് കൂട്ടി വയ്ക്കുമ്പോഴേക്ക് സിജോ ഇവിടെ പ്ലാനിങ് ആണ്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. പിന്നെ അതിനെ പൊളിക്കാൻ വേണ്ടി ബിഗ് ബോസ് മറ്റൊരു പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് സിജോ പ്ലാൻ ബി എടുക്കുന്നുണ്ട്. അങ്ങനെ സിജോ ആകെ ഇവിടെ സിജോ പ്ലാൻ ചെയ്യുന്നു, അതിന് ബദലായിട്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ബിഗ് ബോസിന് നല്ല പണി സിജോ കൊടുക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെ നോക്കിയിരിക്കേണ്ടി വരും ഇവരുടെ പ്ലാനിങ്ങിനെ പൊളിച്ചെടുക്കാൻ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചേമന്തി ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ എന്ന ഗാനത്തോടെ ആരംഭിച്ചു ഈ എപ്പിസോഡ്. ആദ്യം തന്നെ ജാനിമണി ഒരു സിഗരറ്റ് ഡൈനിങ് ടേബിളിൽ വെച്ച് കത്തിച്ചു എന്നതിന് പൊക്കിപ്പിടിച്ച് രതീഷും ജാനിമണിയും തമ്മിൽ വഴക്കായി. പിന്നെ ജാനിമണി പൊട്ടിക്കരച്ചിലായി. പിന്നെ ജാനിമണിയെ എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കലായി. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഈ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ക്യാപ്റ്റൻസി ടാസ്കൊക്കെ തന്നെയാണ് എപ്പിസോഡിലും കാണിച്ചത്. അത് കഴിഞ്ഞ് നോമിനേഷൻ ഇന്ന് തന്നെ നടന്നു. നിലപാടില്ലായ്മ, നിലവാരമില്ലായ്മ, മറ്റുള്ളവരുടെ വാലായി നടക്കൽ, സജീവമല്ലാതിരിക്കൽ, തെറ്റിദ്ധരിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശരണ്യ മേനോൻ, നൂറോ, സിജോ, ഹാൻസിബ, ജിൻഡോ, രതീഷ് കുമാർ, സുരേഷ് മേനോൻ, റോക്കിയെ പവർ റൂമിലുള്ളവർ നേരിട്ട് നോമിനേറ്റ് ചെയ്തതാണ്. മറ്റുള്ളവരെയെല്ലാം കണ്ടസ്റ്റൻസ് എൻ്റെ കൺഫെഷൻ റൂമിൽ പോയി വോട്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇത്രയും പേർ നോമിനേഷനിലേക്ക് വന്നു. നോമിനേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ജിൻഡോ ചാടിയഴിച്ചു. കിച്ചൺ ടീമിലെ യമുന റാണി പറഞ്ഞു, ചായ ഒരു തവണയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിച്ചൺ ടീമിൻ്റെ റൂള് പറയാൻ ആരംഭിച്ചപ്പോഴേക്കും ജിൻഡോ കയറി ചാടി. ഇന്ന് ചായ ഇട്ടതാണ്, ചായ വളരെ മോശമായിരുന്നു, മോശം ചായയാണ് കിട്ടിയതെന്ന് പറഞ്ഞ് അതിൽ തുടർന്ന് പിടിച്ച് തൂങ്ങി അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളായി. കിച്ചൺ ടീമിൽ ചായ ഇങ്ങനെയേ ഇടാൻ പറ്റുള്ളൂ എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. എന്തായാലും ജിൻഡോയെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കണ്ടത്. ജിൻഡോ പറഞ്ഞതാകെ ഇത്രയേ ഉള്ളൂ, ചായ മോശമായിരുന്നു, നല്ല ചായ അല്ല കിട്ടിയത് എന്ന് പറഞ്ഞതിന് ജിൻഡോയെ എല്ലാവരും കൂടെ ചേർന്ന് പഞ്ഞിക്കിടുന്ന കാഴ്ച വളരെ രസകരമായിരുന്നു. നോമിനേഷൻ കഴിഞ്ഞത് നോമിനേഷനിൽ പെട്ട ഓരോരുത്തരും ഇതുപോലെ അവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിജോ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവിടെ കശപിശയായി ക്യാപ്റ്റൻ ടീമിനെ ആ കമ്മിറ്റി പിരിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ തർക്കങ്ങളും അതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ ആയി ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ പോയി. എന്തായാലും ഗെയിം ഇങ്ങനെ പോയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഗ്രൂപ്പ് കളിക്കില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് അവിടെയും ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഗ്രൂപ്പെന്ന് വെച്ചാൽ ഓരോ ഗെയിമിനുള്ള ഗ്രൂപ്പാണ്. ഇനി അതൊരു വലിയ ഗ്രൂപ്പുകളായി മാറുമോ അതോ ഇങ്ങനെ ഗെയിമിന് വേണ്ടി മാത്രം ഉണ്ടാകുന്ന ടീമുകളായി മാറുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നാലും വലുതായിട്ടൊന്നും ഗ്രൂപ്പ് കളി നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം അതിനെ പൊളിക്കാൻ തയ്യാറായി ബിഗ് ബോസ് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇനി ബിഗ് ബോസ് ഇതിൽ ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് ഈ ഗ്രൂപ്പുകളെയെല്ലാം അടിച്ച് തകർത്ത് മുന്നോട്ട് പോകുമെങ്കിൽ വളരെ പൊളിയായ ഒരു സീസൺ തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6. അതല്ല, ഈ ഗ്രൂപ്പിന് ബിഗ് ബോസും വളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ സീസണുകളിലെ പോലെ ബിഗ് ബോസ് കണ്ണടച്ചിരുന്നാൽ ഇത്തവണയും ഗ്രൂപ്പ് കളി തന്നെയായിരിക്കും നടക്കുക. അതുകൊണ്ട് ബിഗ് ബോസ് കണ്ണ് രണ്ടും തുറന്നു വെച്ച്, ഈ ഒരു കണ്ണൊന്നും പോരാൻ തോന്നുന്നു, ബിഗ് ബോസിൻ്റെ ലോഗോയിൽ കാണുന്ന ഒരു കണ്ണൊന്നും പോരാ, രണ്ട് കണ്ണും തുറന്ന് വേണമെങ്കിൽ ഒരു അഡീഷണൽ കണ്ണും കൂടെ എടുത്ത് വെച്ച് തുറന്നു നോക്കി ഇരുന്നാൽ മാത്രമേ ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരുടെ പ്ലാനിങ്ങിനെ ബിഗ് ബോസ് തകർക്കുക, എന്നിട്ട് ഗ്രൂപ്പ് കളിയൊന്നും ഇല്ലാതെ വളരെ മനോഹരമായ ഒരു ഗെയിം തന്നെയായി മാറട്ടെ. ഗ്രൂപ്പ് കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ടീമായിട്ട് ഇതുപോലെ ടാസ്കുകൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഗ്രൂപ്പായി ചേർന്ന് നിന്നും കൊണ്ട് കളിക്കുന്ന ഗെയിം അത്ര ഒരു ഫെയർ ഗെയിമായി തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിനൊക്കെ ഒരു ലിമിറ്റ് വെച്ച്, ഒരു പക്ഷേ ഇത് ഈ ഗെയിമിന് വേണ്ടി മാത്രം എടുത്ത ഒരു ഗ്രൂപ്പും ടീമും ആയിരിക്കാം. എന്നിരുന്നാൽ ഈ ടീമുകളെ പൊളിക്കുക എന്നുള്ളതാവട്ടെ ബിഗ് ബോസിൻ്റെ ലക്ഷ്യം.
എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെ ആയിരിക്കും. എല്ലാ കണ്ടസ്റ്റൻസും നന്നായി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ്. അവർ നന്നായി പെർഫോം ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇതിനിടയിൽ എന്തായാലും 19 പേരില്ലേ, 19 പേരുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നവരെ ആയിരിക്കും ക്യാമറ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പിന്നോക്കം പോയ 3-4 പേരൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ തെറ്റല്ല. അത് ഈ 19 എന്നുള്ള കൂട്ടത്തിനിടയിൽ എങ്ങനെയായാലും അതുണ്ടാവും. പിന്നെ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകും. നോറയ്ക്കൊക്കെ എന്തോ ശാരീരിക പ്രശ്നങ്ങളാണെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ കുറച്ച് പേർ പിന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആദ്യം ഒരു 5 ദിവസം കൊണ്ടല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് ഒരാളുടെ കഴിവൊന്നും പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ നോമിനേഷൻ കുഴപ്പമില്ല, എലിമിനേഷൻ ഒഴിവാക്കി ഒരു ആഴ്ച കൂടെ എല്ലാവർക്കും നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ 2 പേരെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഒരാഴ്ച കഴിയുമ്പം വെളിയിലുള്ള ന്യൂസുകളുമായി വൈൽഡ് കാർഡ് എന്നും പറഞ്ഞ് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിനേക്കാൾ ആദ്യത്തെ ആഴ്ച നിൽക്കുന്നവരെ നിലനിർത്തി 2 ആഴ്ച അവർക്ക് കളിക്കാൻ അവസരം കൊടുക്കുക. എന്നിട്ട് മാത്രം എലിമിനേഷൻ നടത്തുന്നതായിരിക്കും ഫെയറായ ഗെയിം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ആയാൽ വളരെ നല്ലത്. പിന്നെ എന്താണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ആഴ്ച തന്നെ 1-2 പേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പുറത്തു നിന്നും വൈൽഡ് കാർഡ് എന്നും പറഞ്ഞ ആളെ കൊണ്ടുവരും. അവർ വന്ന് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം പറയും, ഗെയിം ആകെ മാറും. അതുകൊണ്ട് അതാണോ ഇനി ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 മുന്നോട്ട് പോട്ടെ എന്ന് ഉള്ള എല്ലാ ആശംസകളോടെ ഈ കണ്ടസ്റ്റൻസിനും എല്ലാ പേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. നാളത്തെ സംഭവങ്ങളുമായി നാളത്തെ വീഡിയോയിൽ കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അഭിപ്രായവും നിങ്ങൾ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നറിയാൻ ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്ന് തീർച്ചയായും ഇതിൽ രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം.